കണ്ണപുരം കീഴറയിലെ സ്ഫോടനത്തെ ചൊല്ലി രാഷ്ട്രീയ വിവാദവും കൊഴുക്കുന്നു. പ്രതി അനൂപ് മാലിക്കിന് കോൺഗ്രസ് ബന്ധമുണ്ടെന്ന് സിപിഎമ്മും ബിജെപിയും ആരോപിച്ചു. സിപിഎം സ്വാധീന മേഖലയിലെ ബോംബ് നിർമ്മാണം ആർക്കുവേണ്ടിയെന്ന് അന്വേഷിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. കേസിന് പ്രത്യക്ഷത്തിൽ രാഷ്ട്രീയ ബന്ധമില്ലെന്നാണ് പോലീസ് പറയുന്നത്. കണ്ണൂരിലെ സ്ഫോടനങ്ങളിലെല്ലാം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി എന്നും പ്രതിപട്ടികയിലാവുകയോ സംശയമുനയിൽ നിൽക്കുകയോ ചെയ്തിട്ടുണ്ടെന്നതാണ് ചരിത്രം. കീഴടയിൽ പൊട്ടിത്തെറിച്ചത് ബോംബല്ല, ഉഗ്രശേഷിയുള്ള പടക്കങ്ങളെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. എന്നാൽ പ്രതി അനൂപ് മാലിക്കിന്റെ രാഷ്ട്രീയ ബന്ധമുയർത്തിയാണ് ബിജെപിയും സിപിഎമ്മും കോൺഗ്രസിനെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. അനൂപിന്റെ കോൺഗ്രസ് ബന്ധം അന്വേഷിക്കണമെന്ന സിപിഎം. പഴയകാലത്ത് അദ്ദേഹം കോൺഗ്രസിന്റെയും സുധാകരന്റെയും ഒക്കെ ബാച്ചിൽപ്പെട്ട ഒരാളായിരുന്നു എന്ന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. അത് ഇപ്പോഴും ആ ബന്ധമുണ്ടോ തുടരുന്നുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. അതുകൊണ്ട് ഒരു രാഷ്ട്രീയമായ ഉദ്ദേശം വെച്ചുകൊണ്ടുള്ള കാര്യമാണെന്ന ഫോക്കസിലേക്ക് പോകാതെ അന്വേഷിക്കട്ടെ. അന്വേഷിച്ച് വരുമ്പോൾ ഇതൊക്കെ മനസ്സിലാവും. അല്ല, ഈ അനൂപ് എന്ന് പറയുന്ന ആള് കോൺഗ്രസിന്റെ വളരെ അടുത്ത ആളാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരാള് ഇവിടെ വന്നിട്ട് ഈ ബോംബ് ഉൾപ്പെടെയുള്ള സംഗതികൾ നിർമ്മിക്കുന്നത് എന്തിനാണ്? അതിന്റെ പിന്നിൽ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ? അനൂപ് കെ സുധാകരന്റെ അടുത്ത ആളെന്ന് ബിജെപി. ഈ വീട് വാടകയ്ക്കെടുത്ത് ഇവിടെ മരുന്ന് നിർമ്മിക്കുന്നത്, ബോംബ് ഉണ്ടാക്കുന്നത് ഒരു കാലത്ത് KPCC പ്രസിഡന്റായിരുന്ന കെ സുധാകരന്റെ വലം കൈയായിട്ടുള്ള ആളാണ്. ആരോപണങ്ങൾ ശുദ്ധ അസംബന്ധമെന്നായിരുന്നു കോൺഗ്രസിന്റെ പ്രതികരണം. എന്നാൽ സിപിഎം സ്വാധീന മേഖലയിൽ നിർമ്മിച്ച ബോംബുകൾ ആർക്കുവേണ്ടിയെന്ന് അന്വേഷിക്കണമെന്നും പോലീസിന്റെയും രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെയും പരാജയമെന്നും കണ്ണൂർ DCC പ്രസിഡന്റ്. കോൺഗ്രസ് ബന്ധം ആരോപിക്കുന്നവർ ശുദ്ധ തോന്നിവാസമാണ് പറയുന്നത്. ഒരു ചാനലിന് മുമ്പിൽ വന്ന് ഒരു ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിയാണ് എങ്കിൽ ഇത്തരത്തിലുള്ള തോന്നിവാസം പറയാൻ പാടില്ല. എന്നാൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയരുമ്പോഴും സ്ഫോടനത്തിന് പിന്നിൽ രാഷ്ട്രീയമില്ലെന്ന പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ്. എന്നാൽ ഉത്സവകാലമല്ലാതിരുന്നിട്ട് കൂടിയും ഉഗ്രസ്ഫോടന ശേഷിയുള്ള വെടിക്കോപ്പുകൾ വൻതോതിൽ സംഭരിച്ചുവെച്ചത് എന്തിനുവേണ്ടിയെന്ന ചോദ്യം പോലീസിനെ കുഴക്കുന്നുണ്ട്. മീഡിയ 1 കണ്ണൂർ.